ഇന്ന് നമ്മൾ നമ്മുടെ താമരയൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറേ നാളായി താമരയുടെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് പൂക്കളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇനി പൂക്കളൊക്കെ ഉണ്ടാവാണ്ട് നിൽക്കുന്ന സമയത്ത് അതിനെ ഒന്ന് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു അവധി ദിവസമാണ്. അപ്പോൾ ഞാൻ ഇക്കാര്യം കൂടെ താമരകളൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ടബിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളത് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ടെറസിലാണ് താമര വെച്ചിട്ടുള്ളത്. ഇത് നടുന്നതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണാം. അപ്പോൾ നമ്മുടെ ടെറസൊക്കെ മൊത്തം ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇനി നമ്മൾ സെയിലൊക്കെ തുടങ്ങിയതിന് ശേഷം ഇതൊന്നും അങ്ങനെ അങ്ങോട്ട് കെയർ ചെയ്യാൻ പറ്റാറില്ല നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ടബ്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ആകെ ശോചനീയ അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് റീപോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ താമര എങ്ങനെയാണ് റീപോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ എന്താ പറയുക, ട്യൂബർ എങ്ങനെ അതിൽ നിന്ന് നമുക്ക് ട്യൂബർ എടുക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ Iamilhan. അപ്പോൾ ഇതേ നമ്മുടെ താമരകൾ ഇവിടെ ഇങ്ങനെ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇതിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെയാണ്, എല്ലാ ചെടികളും ഇങ്ങനെ നശിച്ചു പോകാറുണ്ടല്ലോ. അപ്പോൾ അത് നശിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് അതിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ താമര ആയതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ട്യൂബറൊക്കെ എടുക്കണം. അപ്പോൾ ഇതിൽ എത്രമാത്രം ട്യൂബർ ഉണ്ടാവും, അല്ലെങ്കിൽ ട്യൂബർ ഉണ്ടാവുമോ, ഒത്തിരി ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ അതെന്തായാലും നമുക്കിത് റീപോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിറയെ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഈ ടബ് ഒന്ന് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് മറിച്ച് കളയണം. 2 കൈ ഉപയോഗിച്ച് മറയ്ക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പോൾ ടബ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ മറിച്ച് കളഞ്ഞു. അതിൻ്റെ അകത്തേക്ക് നോക്കിക്കേ. അതെടുക്കണ്ട, അത് മറിച്ചിട്. എന്നിട്ട് നമുക്ക് ഈ ചട്ടി ഇങ്ങനെ തന്നെ അങ്ങോട്ട് മറിച്ചിടാം. മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇതിൻ്റെ മേളിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ട്യൂബർ അതിനകത്തുണ്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ നമ്മളിത് വലിച്ചു പൊക്കി എടുക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകും. നമ്മൾ വിചാരിച്ച പോലെ ട്യൂബറൊന്നും അതിനകത്ത് ഇല്ലയെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വെക്കാം, അന്നേരം ആ ചെളി അതിൽ നിന്ന് പോയി കിട്ടുമല്ലോ. നമ്മൾ ട്യൂബറെല്ലാം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനകത്ത് കുറേ ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കണം. നമ്മൾ അത് എടുത്തപ്പോൾ വിചാരിച്ചത് ഒട്ടും തന്നെ ട്യൂബർ ഇല്ലയെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമുക്ക് അത്യാവശ്യം ട്യൂബർ ഇപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ചെറിയ ട്യൂബറുകളാണ്. ഇത് വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനത്തെ ട്യൂബറുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നല്ല ട്യൂബറുകളാണ് ഇതെല്ലാം തന്നെ. ഇത് ഒരെണ്ണം വെച്ചാൽ തന്നെ നമുക്ക് ഒരു താമര, നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു താമര ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സാധനം മതി നമുക്ക് താമര നടാനായിട്ട്. ഇപ്പോൾ ട്യൂബറൊക്കെ ഞാൻ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല, കാരണം നമ്മളിത് ഓൾറെഡി താമര എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത്, ട്യൂബർ നടുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ചാനലിലൊന്ന് പോയി നോക്കുക, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ താമരയുടെ ഈ ട്യൂബറുകൾ നമ്മൾ സെയിലിന് വിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, സ്ക്രീനിലും വാട്സപ്പ് നമ്പർ കാണിക്കാം. 500 രൂപയായിരിക്കും ഒരു ട്യൂബറിൻ്റെ വില കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന താമരകളാണ്, അതിൻ്റെ ട്യൂബറുകളാണ്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ 2 ടൈപ്പ് താമരകളാണ് ഇതിലുള്ളത്. അതിൻ്റെ 2ൻ്റെയും പൂക്കളുടെ ഫോട്ടോസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക.
പിന്നെ നമ്മുടെ ബാക്കി പ്ലാന്റ്സിൻ്റെയൊക്കെ സെയിൽ നമുക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.